വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും ടേസ്റ്റിൽ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. രണ്ട് പീസ് ബ്രെഡും പാലും ഉണ്ട് എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് തോന്നണില്ല ഇത് ഉണ്ടാക്കി നിങ്ങൾക്ക് തികയോന്നുള്ളത്. എന്നാലും ഞാനിത് എങ്ങനെയാണ് 2 വെച്ചിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ ആദ്യം ഞാനൊരു 1/2 കപ്പ് പാല് ഒരു ബൗളിലേക്ക് എടുത്തിട്ട് അതിലേക്ക് ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ 1 കപ്പ് പാല് നമ്മൾ ഈ 2 ബ്രെഡിന് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ വെറും 1/2 കപ്പ് പാല് മാത്രമേ കാണിക്കണുള്ളൂ. പഞ്ചസാര പിന്നെ 3 ടീസ്പൂൺ തന്നെ മതി, കൂടുതൽ പഞ്ചസാര വേണമെന്നില്ല. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വെച്ച് നല്ല ചൂടായി വരുമ്പോൾ അതിലോട്ട് ബട്ടർ ഇട്ട് കൊടുക്കുക. ഇനി ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നെയ്യ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതും ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ബട്ടർ യൂസ് ചെയ്യുമ്പോഴായിരിക്കും കേട്ടോ ഏറ്റവും ടേസ്റ്റ്. അപ്പം നമ്മളിതാ ഇതുപോലെ 2 പീസ് ബ്രെഡ് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബ്രെഡ് എടുക്കുമ്പോൾ വലിയ ബ്രെഡാണെങ്കിൽ അതായിരിക്കും കേട്ടോ ഒന്നുകൂടി നല്ലത്. ബ്രെഡ് വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് 2 സൈഡും ഒന്ന് മൊരിയുന്ന രീതിയിൽ ആക്കിയെടുക്കണേ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ആ ഒരു ബട്ടറിൽ ടോസ്റ്റ് ചെയ്തിട്ട് വരുമ്പോൾ ആ ഒരു ഫ്ലേവർ ഭയങ്കര ഒരു സ്മെല്ലും നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ട് 2 ബ്രെഡും ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെച്ച് കൊടുക്കുക. 2 സൈഡും ടോസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ കലക്കി വെച്ചിട്ടുള്ള പാല് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തോണ്ടേ ഇരിക്കണം. അപ്പോൾ ആ ഒരു ഫുൾ പാലും നമുക്ക് ഒരു 2 ബ്രെഡ് കുതിർത്തി എടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ അടുപ്പിൽ കിടന്നിട്ട് പതിയെ തിളച്ച് ആ പാല് വറ്റി ആ ഒരു ബ്രെഡിൽ അത് മൊത്തം ഇങ്ങനെ കുതിരണം. ആ ഒരു രീതിക്കാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഒരു 1/2 കപ്പ് പാലൊക്കെ നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തോണ്ടേ ഇരിക്കണം. ഇതുപോലെ. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം കലക്കിയിട്ടുള്ള പാല് കഴിഞ്ഞു. എന്നിട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള പാല് ഞാൻ പറഞ്ഞല്ലോ 1/2 കപ്പ് പാലും കൂടി നമുക്ക് വേണ്ടി വരുന്നു. അതും ഇതുപോലെ മറ്റേ സൈഡും കൂടി ഇങ്ങനെ കുതിർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാവും, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഈ സാധനം കഴിക്കുമ്പോൾ നമ്മളൊരു പുഡിങ് കഴിക്കുന്ന പോലത്തെ അത്രയും സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ പാലൊക്കെ അതിൽ കുതിർന്ന് അടിഭാഗമൊക്കെ ഒന്ന് കിട്ടുന്ന പരുവത്തിലാവണം കേട്ടോ. പെട്ടെന്ന് എടുത്താൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ പതുക്കെ ഇളക്കിയെടുക്കണം. അപ്പോൾ പാലൊഴിച്ച ഉടനെ തന്നെ എടുക്കരുത്. ഇതുപോലെ നോർമൽ തീയിലിട്ട് പതുക്കെ ഒന്ന് മൊരിയിപ്പിച്ചെടുത്ത ശേഷം മാത്രം എടുക്കുക. മൊരിയൂല അത്, എന്നാലും നമുക്ക് ആ ചട്ടിയിൽ നിന്ന് എടുക്കാനുള്ള ഒരു പാകത്തിനായി കിട്ടിയാൽ നമുക്കിത് എടുക്കാം. എന്നിട്ട് മുകളിൽ കുറച്ച് ഒന്നെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതുപോലെ ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്ന് കോരി കഴിക്കാം. കുട്ടികളൊക്കെ വാശി പിടിക്കുന്ന സമയത്ത് ഈ 2 പാലും പഞ്ചസാരയും ബ്രെഡും ഉണ്ട് എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ നല്ലൊരു അടിപൊളി ആയിട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണം കേട്ടോ. താങ്ക്